ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാരപ്പെരുന്നാൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് കൂടാരപ്പെരുന്നാൾ. നമ്മൾ കൂടാരത്തിൽ വസിക്കുകയാണ്, ടെൻ്റ് അടിച്ച് സന്തോഷമായിട്ട് വസിക്കാനുള്ള ഒരവസരമാണ്. ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നതാണ്. അതാണ് കൂടാരപ്പെരുന്നാൾ. ഇപ്പോൾ ഈ നമ്മൾ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ പോകാൻ നമുക്ക് കാണാൻ സാധിക്കും. സമ്മർ ആകുമ്പോഴത്തേക്ക്, ഓട്ടത്തിന് മുമ്പ്, അതായത് ഒരു ജൂൺ ജൂലൈ കഴിയുമ്പോഴത്തേക്ക് സെപ്റ്റംബർ തൊട്ട് മരുഭൂമിയിൽ ഇവർ വലിയ ടെൻ്റ് അടിക്കും. വലിയ കുടുംബങ്ങളാണെങ്കിൽ രാജാക്കന്മാരുടെ ഊണ് ഒത്തിരിയും വലിയ ടെൻ്റായിരിക്കും. അല്ലാത്തവർ ഒരു ചെറിയ ടെൻ്റെങ്കിലും അടിച്ചിട്ട് അതിനകത്ത് അവരുടെ കൂടെ സെർവൻസിനുള്ള ക്വാർട്ടേഴ്സ് ഒക്കെ വെച്ച്, നമ്മൾ കാണുന്ന പോലെ ഒരു ചെറിയ റൂമൊന്നും അല്ല, പല ടെൻറ്റുകൾ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. എന്നിട്ട് അവരവിടെയാണ് പിന്നെയും ഓട്ടം സീസണിൽ കഴിയുന്നത്. അത് ഈ രാത്രിയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയി താമസിച്ചവിടെ. നമുക്ക് വിചാരിക്കും ഒത്തിരി നല്ല വലിയ ഫെസ്റ്റിവൽ, അവർക്ക് വളരെ സന്തോഷമുള്ള കാരണം. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം, രാത്രിയായി കഴിഞ്ഞാൽ ഈ കൂടാരപ്പെരുന്നാളിനകത്ത് ഈ കുടുംബങ്ങളെല്ലാം ഈ മരുഭൂമിയുടെ നടുക്ക് ഇങ്ങനെ നിൽക്കും. പക്ഷെ നമ്മൾ ഒറ്റയായിട്ട് നിൽക്കുക, ഒരു ശബ്ദം അവിടെ കേൾക്കത്തില്ല, ഒരു ശബ്ദവും ഇല്ല. ഊന്നൊരു കാറ്റിൻ്റെ ശബ്ദമല്ല. എന്നാ തണുപ്പാന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ നല്ല സമുദ്രം പോലെയാണ് ഈ മണൽ കിടക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും മണൽ തരും. എന്നാൽ ഈ കാറ്റ് അവിടെ ഒരു മൃഗമോ ഒന്നും വരില്ല. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ തണുപ്പത്ത് ഇവർ നല്ല വെൽ പ്രിപ്പയർഡായിട്ട് എന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് അവരെല്ലാവരും കുടുംബമായിട്ട് അവിടെ വന്ന് താമസിക്കും. അതൊരു കാഴ്ചയാണ്. അത് ഭൂമിയിൽ. നമുക്കിനി വേദപുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. കൂടാരപ്പെരുന്നതിനെ കുറിച്ച് പറയുന്നത് ഈ ഞാൻ വായിക്കുന്നത് ലേവ്യ പുസ്തകം 23:33. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇത് പഴയ കാലത്ത് ചെയ്ത കാര്യങ്ങൾ അവർ ഇപ്പോഴും യഹൂദൻ ചെയ്യുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന പൂർത്തീകരിക്കേണ്ടതാണ് ക്രിസ്തുവിൽ കൂടെ. അപ്പോൾ അത് ഫ്യൂച്ചർ, അതിന് ഓട്ടം അല്ലെങ്കിൽ ഫോൾ ഫെസ്റ്റിവൽസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം, കണ്ട എത്ര വർഷം, കുറച്ചൊന്നും ദിവസമല്ല, 7 ദിവസം യഹോവയ്ക്ക് കൂടാരപ്പെരുന്നാൾ ആകുന്നു. എന്താണ് 7 ദിവസം? ഒരാഴ്ച വട്ടം അവിടെ താമസിക്കുകയാണ്. അതൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് വി ലിവിങ് വിത്ത് ഗോഡ് ഫോർ എവർ. ദൈവവുമായിട്ടുള്ള വാസസ്ഥലം. അവിടെയെങ്ങും ഒരു പന്നിയും ഒരു കടുവായും കുറുക്കനും ഒന്നും വരൂല. ഇറ്റ് ഈസ് മരുഭൂമിയിൽ ഒരെണ്ണത്തിനെ കണ്ടില്ല, പിന്നെ ഭൂമിയിൽ. അപ്പം ദൈവവുമായിട്ടുള്ള വാസസ്ഥലം എന്നാ മനോഹരമായ ഒരു പദവിയാണ്. ഇത് എഴുതി വച്ചിരിക്കുന്ന വേദപുസ്തകം നമുക്കുള്ളതാണ്. അതാ പറയുന്നത്, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാരപ്പെരുന്നാളാകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗമുണ്ടാകും. 1-ാം ദിവസത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടണം. എനിക്കറിയണം ആരൊക്കെ വന്നെന്ന്. ഉണ്ടോ? നമ്മുടെ പേരുണ്ടോ? നമ്മുടെ മക്കളുണ്ടോ? നമ്മുടെ മരുമക്കളുണ്ടോ? കൊച്ചുമക്കളുണ്ടോ? മാറി നിൽക്കുന്ന സ്വബോധമില്ലാതെ സ്വയ ചിന്തയ്ക്ക് വേണ്ടി, സ്വാർത്ഥമായ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടോ? തിരിച്ചു വരട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും ദൈവം. നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന്, ഇൻ്റർസെസറി പ്രയറിന്, പ്രാർത്ഥനയ്ക്ക് വലിയ 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 ശക്തിയുണ്ട്. ആരെങ്കിലും സംശയിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാ വീണ്ടും പറയുന്നു, നീ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തന്നിരിക്കുന്നു. ഇതൊരു ദൂതാകട്ടെ, വാങ്ങിച്ചെടുക്കുക. നമ്മുടെ ഒരു മക്കൾ ഒരു ആടിൻ്റെ ഒരു കുളമ്പ് പോലും ഇട്ടേച്ച് പോകത്തില്ല എന്ന് മോശ പറഞ്ഞെങ്കിൽ, നമ്മൾ പുതിയ നിയമത്തിൽ പറയാണ്, ദൈവമേ, നമ്മുടെ ഭവനങ്ങളിലുള്ള മുകളിൽ തൊട്ട് താഴെ വരെയുള്ളത് അപ്പനമ്മമാർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, നമ്മുടെ ജോലിക്കാർ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ഇവിടെ ഇട്ടേച്ച് നീ പോകത്തില്ല. എല്ലാവരും വരട്ടെ. ഇപ്പോൾ ഈ നമ്മുടെ മരുഭൂമിയിൽ ഈ അറബികൾ താമസിക്കുമ്പോൾ അവരുടെ വേലക്കാരെയും അവരുടെ കൂട്ടരെയും എല്ലാത്തിനും പൊക്കിക്കൊണ്ടാണ് പോകുന്നവർ. അല്ലാതെ അവർ ഒരാൾ തന്നെയൊന്നും അല്ല. ഇറ്റ്സ് ഒരു ഗ്രൂപ്പായിട്ട് അവർ പോകുന്നത്. ഒരു ഫെസ്റ്റിവലാണ് അവർക്കതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മളോട് ദൈവം പറയുന്നു, 1-ാം ദിവസത്തിൽ നിങ്ങൾ വിശുദ്ധ സഭായോഗം ഉണ്ടാക്കണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യണ്ട. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി യാഗം കൊണ്ട് കർത്താവിന് മുമ്പിൽ കൊടുക്കണം. അത് ദഹനയാഗമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പല യാഗങ്ങളുണ്ട്. പാപയാഗമുണ്ട്, പിന്നെന്താ
പ്രായശ്ചിത്ത പ്രായമുണ്ട്, അങ്ങനെ പല യാഗങ്ങളുള്ളിൽ ഇവിടെ പറയുന്നത് ദഹനയാഗം കൊണ്ട് കൊടുക്കണം. ദൈവത്തിന് മുമ്പിൽ ഭക്ഷണം കൊണ്ട് വെപ്പിക്കുക തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാം ദിവസത്തിൽ ചുമ്മാതിരുന്നാൽ മതി, എന്നിട്ട് ഒന്നിച്ചു കൂടണം. എന്നാൽ രണ്ടാം ദിവസത്തിൽ വിശുദ്ധ സഭായം അന്ന് സാമാന്യ വേല ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് 7 ദിവസവും ദൈവത്തിൻ്റെ മുമ്പിൽ ദഹനയാഗം അർപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകും. 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസം അവരൊന്നിച്ച് വീണ്ടും കൂടുകയാണ്. യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗം. സാമാന്യ യാതൊരു വേലയും ചെയ്യരുത്. വളരെ ഈ 7 ദിവസവും നീ സന്തോഷിക്കണമെന്ന് അന്ന് ദൈവത്തിൻ്റെ നിർബന്ധം കണ്ടു. അതിൽ ഈ 39 പേര് ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസവും വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. സംവത്സരം എല്ലാ വർഷവും 7 ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം. ഇത് തലമുറയെ നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരത്തിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾക്ക് ഈ 7 ദിവസം കൂടായിരുന്നു. എന്നാൽ നമ്മുടെ പുതിയ നിയമം ആയപ്പോഴേ ഈ ദൈവത്തോടുള്ള ചേർന്നുള്ള വാസസ്ഥലം അത് വരാൻ പോകുന്നേ ഉള്ളൂ. കേൾക്കണേ, വരാൻ പോകുന്നേ ഉള്ളൂ. ദൈവം തമ്പുരാൻ 7 ദിവസം നമുക്ക് പറയുന്നത് ദൈവവുമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള വാസസ്ഥലം. വെളിപ്പാടിന് 21 പറയുന്നുണ്ട്. ഇന്ന് തിസ്രി എന്ന TISHRI തിശ്രി എന്നാണ് യഹൂദൻ പറയുന്നത്. ഗോഡ് ഡ്വെല്ലിംഗ് വിത്ത് പീപ്പിൾ, നമ്മളോടുകൂടെ വസിക്കുക. 21 വെളിപ്പാടിൻ്റെ 3 തൊട്ട് 8 വരെയുള്ള വാക്യം വായിക്കാം. 3 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതാ കേൾക്കണേ, സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. വെളിപ്പാടാണ്, വേദപുസ്തകത്തിൻ്റെ അവസാനം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. എന്താണ്? ചുമ്മാതെ കയറി ഇറങ്ങുന്നേ. ഈ പറഞ്ഞില്ലേ, ഇത് ബഥേൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയല്ല, യാക്കോബിൻ്റെ ഗോവേണിയല്ല. ഇത് എന്നേക്കും അവൻ്റെ കൂടെ വസിക്കുക, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക. ചുമ്മാ കയറി ഇറങ്ങുകയല്ല, അവിടെ പോയി ചുമ്മാ അത് വിസിറ്റ് ചെയ്ത് കയറി വരികയല്ല, നിത്യമായ വാസം. കാണുന്നുണ്ടോ? എന്തൊരു മനോഹരമായിട്ട് ദൈവം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുക. സിംഹാസനം ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവവുമായി അവരോടുകൂടി. ദൈവവും മനുഷ്യനും ഒന്നിച്ച് വസിക്കുക. അതൊക്കെ അങ്ങോട്ട് ഓർക്കാൻ കൂടെ വയ്യ. അപ്പോഴത്തേക്കൊക്കെ തിരഞ്ഞെടുത്തവരെ വരുന്നുള്ളൂ കേട്ടോ. റിബല്യസ് ആയിട്ടുള്ളവരും വഴക്കൂടുന്നവരും സ്വാർത്ഥമുള്ളവരും ഇതിനകത്ത് ഇല്ലെന്ന്. എന്തൊരു മനോഹരനായ ദൈവം. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളി. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇതിനകത്ത് ഭീരുക്കളും ദുഷ്ടനൊന്നും കയറൂലെന്നേ. ദൈവമക്കളുടെ അവകാശത്തെ സ്ഥിരപ്പെടുത്തി സീലിട്ട് തരികയാണിപ്പോൾ. ഇതിൽ കൂടുതൽ എന്നാ വേണം? എന്ത് ഭംഗിയായിട്ടാണ് ദൈവം ഇങ്ങനെ അടുക്കം ചിട്ടയായിട്ട് നമ്മളെ കൊണ്ടുവരുന്നത്. അതിനകത്ത് പിന്നെ പറയുന്ന വളരെ സങ്കടകരമായിട്ടുള്ളവർ, ഭീരുക്കളെ, അവിശ്വാസികളെ, അറക്കപ്പെട്ടവരെ, കൊലപാതകൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, പിന്നെ പോഷ്ക് പറയുന്നവർ, ഇവരൊന്നും ഇവിടെ കയറത്തില്ല. അവരെല്ലാം 2ാം മരണം ഏറ്റിട്ട് നരകത്തിലേക്ക് തള്ളിക്കളി, തീയും ഗന്ധകം കത്തുന്ന പൊയ്ക്കയിലേക്ക് ഇട്ട് കളയുമെന്ന്. ഇത് സത്യവചനമാണ്, വിശ്വാസയോഗ്യമായ. അപ്പം എന്തിനാണ് ദൈവം പറയുന്നത്? നമ്മളും ദൈവവുമായിട്ട് ഒന്നിച്ച് 7 ദിവസം ദൈവത്തോടുകൂടെ ജീവിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും അവൻ്റെ ജനമായി മാറി ദൈവം നമ്മുടെ
അപ്പോൾ എന്നാ പദവിയാണ് ഇപ്പം കിട്ടും. ഇപ്പം നമ്മളിത് ഇത്രയും വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായതെന്താ? പൗരോഹിത്യ പദവി പുരോഹിതന്മാർ ചെയ്തത് പുതിയ നിയമമായപ്പം എനിക്കും നിങ്ങൾക്കും രാജകീയ പുരോഹിത പൗരത്യ പദവി തന്നിരിക്കുകയാണ്. നമ്മൾ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഉന്നത പദവിയിലേക്ക് നമ്മളെ കുറവുകളുണ്ട്, ആ കുറവുകളുടെ എല്ലാം നിറവുകളാക്കും. ഈ ജ്ഞാനം ദൈവം ശിശുക്കൾക്ക് തന്നിരിക്കുന്നു. ഒത്തിരി അറിവുള്ളവർക്കല്ല, ഒത്തിരി പഠിച്ചവർക്കല്ലെന്ന്. തിയോളജി പഠിച്ച വലിയ ആളാണ്, ഹാർവേഡിൻ്റെ ടീച്ചർ. അയാൾ എത്തീസ്റ്റാണ്, ദൈവം ഉണ്ടെന്നേ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തൊന്നും അല്ല. അത് എടുക്കാൻ കഴിയണമെങ്കിൽ എടുത്ത്, കുഴപ്പമില്ല. പക്ഷെ ദൈവം ഈ ജ്ഞാനം ശിശുക്കൾക്ക് കൊടുത്തിരിക്കുന്നു, ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും. അപ്പം ഏറ്റവും ആത്മീയ കുളത്തിൽ ഏറ്റവും ചെറുതായിട്ട് ഇന്ന് വിചാരിക്കുന്നവർ പേടിക്കേണ്ടെന്ന്. ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട്, ഈ ഫെസ്റ്റിവലൊക്കെ ദൈവത്തിൻ്റെ ഫെസ്റ്റിവലാണെന്നും ഇത് നമുക്ക് സന്തോഷിക്കാൻ വെച്ചിരിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ദുഃഖവും ഭാരവും കൊണ്ട് നടക്കുന്നതൊക്കെ തെറ്റാണ്. അത് മാറണം. ഞാൻ ഓരോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും ഞാൻ കാണുന്നതല്ലേ, യഥാർത്ഥത്തിൽ ഹൃദയം തുറന്ന് ചിരിക്കുന്നവരെ കാണാനില്ല. നന്മ കേട്ടാൽ കുശുമ്പല്ല സന്തോഷമുള്ളവരുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം. നന്മ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. കാരണം പേടിച്ചിട്ടായിരിക്കും അവരാരും പറയാറില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിന് ഉത്തരമായിട്ട് ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പം ഗോഡ് ഈസ് ഗുഡ്, ഒരു സംശയമില്ല. ദൈവത്തിൻ്റെ പെരുന്നാൾ നമ്മുടേതായി മാറും. വരാൻ പോകുന്നതിന് നമുക്ക് ഈ നന്ദി പറഞ്ഞാൽ മതി. മുട്ടുകുത്തി അവൻ്റെ മുൻപിൽ ദൈവം ജയം തന്നതിന് നന്ദി പറയാം. ഒന്നിച്ചിരുന്ന് ശുഭമായിട്ട് ദൈവത്തിൽ സന്തോഷിക്കാൻ നമ്മുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നമുക്കുള്ള തലമുറകൾ ഇൻ ഇറ്റേണിറ്റി യേശുവിൻ്റേതായിട്ട് പ്രഖ്യാപിച്ച് ജയത്തിൻ്റെ കൊടി ഉയർത്തുന്നു. ഇതിനുത്തരമായിട്ട് തന്നിരിക്കുന്നത് പുറപ്പാടിൻ്റെ 33:12 തൊട്ട് 16 വരെ വളരെ ഇതിനുത്തരമാണ്. ഇത്രയും നേരവും കർത്താവിൻ്റെ മുമ്പിലിരുന്ന് വചനം പറഞ്ഞ് ആത്മാവിൽ നിറച്ചു കഴിഞ്ഞപ്പം കർത്താവിന് സന്തോഷം തോന്നിയിട്ട് നമുക്ക് ഉത്തരം കൂടെ തരികയാണ്. ഇറ്റ്സ് എൻ ആഡഡ്, അതായത് പുതിയതായിട്ട് വേറൊരു അനുഗ്രഹം കൂടെ. എല്ലാ അനുഗ്രഹം തന്നും അവൻ്റെ കൂടെ വസിക്കുക. എന്നാൽ ഒരു അഡീഷണൽ അനുഗ്രഹം കൂടെ ദൈവം തരുന്നതാണ്. പുറപ്പാട് 33:12 തൊട്ട് 16 വരെയുള്ള വാക്യം. മോശ യഹോവയോട് പറഞ്ഞെന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചില്ല, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുന്നുവെന്ന് അറിയുന്നില്ല. എന്നാൽ ഞാൻ നിന്നെ ചോദിച്ചോണേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാൻ. ഈ ജാതി നിൻ്റെ ജനം പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ ജനമാണ്. നമ്മൾ പറയാം ഈ ജാതി നമ്മുടെ മക്കളും നമുക്കുള്ളവരെല്ലാം നിൻ്റെ ജനമാണ്, നമ്മുടേതല്ലല്ലോ. നിൻ്റെ ജനം എന്ന് ഓർക്കണമേ. അതിനവൻ എൻ്റെ സാന്നിധ്യം, ഇതാണ് ഉത്തരം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അവൻ മോശ അവനോട്, തിരുസാന്നിധ്യം എന്നോട് പോരുന്നില്ലെങ്കിൽ എന്നെ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കും. എന്നോട് നിൻ്റെ ജനത്തോടും കൃപയുണ്ടാകണമേ എന്ന് എങ്ങനെയാര് നീ ഞങ്ങളോട് പോരുന്നതിനാണല്ലോ. അങ്ങനെ ഞാൻ നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറയുന്നു. ദൈവം പറയും, കാഹളം ഊതിക്കഴിഞ്ഞു, എനിക്ക് നിന്നോട് കൃപയുണ്ട്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, നിൻ്റെ വഴി എനിക്കറിയുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളെക്കാട്ടിലും വിശേഷ ജനമെന്ന് കാഹളമൂതി ദൈവം തമ്പുരാൻ പറയുകയാണ്. കാഹളം ഊതുന്നില്ലെങ്കിൽ രാജാവ് എങ്ങനെ വരും? കാഹളം നമ്മളാ ഊതേണ്ടത്. സംഭവിച്ചിരിക്കുന്നു. രാഹാബിൻ്റെ ചുവന്ന ചരട് കെട്ടിയപ്പോൾ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. തൻ്റെ രക്തം മക്കളുടെ തലമേൽ വീണെങ്കിൽ ആ ചുവന്ന അങ്കി, ക്രിസ്തുവിൻ്റെ ചുവന്ന അങ്കി മക്കളുടെ മേൽ ഇട്ടിരിക്കുന്നു. നീതി എന്ന അങ്കി അവർക്ക് കൊടുത്തിരിക്കുന്നു. ഒരൊറ്റ പൈതൽ പോലും നഷ്ടപ്പെടുത്തില്ല. നിൻ്റെ ഭവനം ഒരു പള്ളിയല്ലേ, അത് നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മാവുള്ള ഒരു വാസസ്ഥലം. അതുകൊണ്ടാണ് ഈ ആദ്യാചാരിത്വം അഹറോന് കൊടുത്തിട്ട് അഹറോൻ മോശയ്ക്ക് കൊടുത്തു. മോശ പിന്നെ നമ്മൾ അവസാനം വിളിക്കുന്നു ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ തൻ്റെ നാനാജാതികൾക്ക് കൊടുത്തു. അതെല്ലാം ഇതിൽ കൂടെ നടന്നു കഴിയുകയാണ്. ഈ ഉത്സവങ്ങളൊക്കെ ആചരിക്കുമ്പോൾ നാം നമ്മുടെ ദൈവത്തോടു കൂടെ സന്തോഷിക്കുകയാണ്. നാം പ്രവാസികളാണ്, ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. ക്രിസ്തുവാകുന്ന കൂടാരത്തിൽ നാം ഇന്നു മുതൽ വസിക്കുന്നു. എത്ര മനോഹരമാണ്! ക്രിസ്തുവാകുന്ന കൂടാരത്തിനകത്ത് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം.
എത്ര മനോഹരമായിട്ട് 7 പെരുന്നാളുകൾ നടത്തുമ്പോൾ ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ അവസാനിച്ച് ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ തന്നെ ആദ്യവും അന്ത്യനും. പഴയ നിയമത്തിലെ ഓരോ വാക്യങ്ങളും പൂർത്തീകരിച്ച് നിഴലുമാറി കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ നേരിട്ട് കണ്ട് അനുഭവിക്കുവാൻ നീ ഞങ്ങൾക്ക് വാഗ്ദത്തം. അതും കൂടാതെ കർത്താവേ, കൂടാരത്തിൽ നീ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ നിൻ്റെ കൂടെ വസിക്കുന്ന ഒരു സമയം ഇത്ര മനോഹരം. ഞങ്ങൾ നിൻ്റെ ജനമെന്നും നീ ഞങ്ങളുടെ ദൈവമെന്നും പറഞ്ഞു. അതും പോരാ, നീ പറഞ്ഞു ഇതാ ഞാൻ നിനക്ക് സ്വസ്ഥത തന്നിരിക്കുന്നു. ഇത്ര മഹത്വമേറിയ ഒരു ജാതി, ഇത്ര ഉന്നത പദവിയുള്ള ഒരു ജാതിയാക്കി നമ്മളെ മാറ്റി. യഹോവ ദൈവമായി മാറി. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇതിന് മുമ്പിൽ നിൽക്കാൻ വെക്കുന്നത്? ഈ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് കഴുകി ഇന്ന് വരെയുള്ള കറകളും പാപങ്ങളും എല്ലാം തുടച്ചു മാറ്റി പുതു സൃഷ്ടിയാക്കി പുതുവസ്ത്രം കൊടുത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന വചനം കൂടെ ഇരിക്കുന്നു. ഇന്ന് വചനം കൂടെ 4 പേരാ സാക്ഷ്യം: പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മാവ്, വചനം. ഈ 4 ഒത്തുചേർന്ന് ഞങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിരുത്തി മുദ്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിനി ആർക്കും പൊട്ടിക്കാൻ സാധിക്കും. ഒരു പിശാചിനോട് കയറാൻ അവകാശമുണ്ട്. അവനും അതിൻ്റെ അടുക്കത്തിൽ കർത്താവേ, എൻ്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി എല്ലാ ബന്ധനങ്ങളും ഒഴിച്ചു, എല്ലാ രോഗങ്ങൾക്കും വിടുതൽ തന്ന്, ശാപം മാറ്റി ജീവനെ തന്ന്, നിത്യമായ ജീവൻ കൂടാരത്തിൽ നീയും ഞങ്ങളുമായിട്ട് ഒന്നിച്ചു വസിക്കുന്ന, കുടുംബമായിട്ട് വസിക്കുന്ന അവസ്ഥ തന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അധികമായിട്ട് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.